ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ. കണ്ടല്ലോ, പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ, അകം നല്ല സോഫ്റ്റുമാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അതുകൂടാതെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചൂടോടുകൂടി നമുക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. കണ്ടല്ലോ, പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പം മസ്റ്റായിട്ടും വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 വലിയ ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ 3 ഉരുളക്കിഴങ്ങും കുക്കറിലിട്ട് ഒരു 5 വിസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കത് കട്ടകളെല്ലാം നല്ലോണം ഉടഞ്ഞ് കിട്ടുകയും നമുക്കതൊന്ന് പെട്ടെന്നൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങെല്ലാം നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാമേ. അതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ബ്രെഡ് പൊടിച്ചത് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ടും നല്ലൊരു മണം കിട്ടാനായിട്ട് സഹായിക്കേ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം അങ്ങ് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ഒന്നും ചേർക്കാതെ ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു വെള്ളത്തിൽ വെച്ച് തന്നെ നമ്മളതങ്ങ് ഒരു ചപ്പാത്തി പരുവത്തിൽ നമുക്കതങ്ങ് കുഴച്ചെടുക്കാമേ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് നല്ലോണം നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം കേട്ടോ. നല്ലോണം കട്ടകളൊന്നും ഇല്ലാതെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ നല്ല രീതിയിൽ അത്യാവശ്യം ലൂസായിട്ട് തന്നെ അത് കിട്ടണം കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ഒരു 2-3 ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അതങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉരുണ്ടകളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടയിയതിന് ശേഷം കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് ഇതേപോലെ നമുക്ക് കയ്യിൽ വെച്ചൊന്ന് ഇത് റൗണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതേപോലെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 സൈഡും ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരെണ്ണം ശരിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും അതേപോലെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം ആ 2 സൈഡും ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി വെറുതെ ഒന്ന് റൗണ്ടാക്കി എടുത്താലും മതിയായിട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും നമുക്ക് അതേപോലെ അങ്ങ് തയ്യാറാക്കി എടുക്കാമേ. അപ്പോൾ അത് ബാക്കിയുള്ളതും അതേപോലെ അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ആയിട്ടും ഇതേപോലെ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലവർ ജസ്റ്റ് ഒന്ന് കലക്കി കൊടുക്കാം. ബ്രെഡ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് എടുക്കാം. അതിനെ നമുക്ക് ഈ കോൺഫ്ലവറിലിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഈ ബ്രെഡിൻ്റെ പൊടിയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് കോൺഫ്ലവറിലോട്ട് ഒന്ന് മുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ കൈ വെച്ച് വേണം കേട്ടോ അത് ആ ബ്രെഡിൻ്റെ പൊടിയിലോട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ബ്രെഡ് ഒരു ഉരുണ്ടകളായി പോകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിതാ മറ്റേ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതിയേ. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ ഇതാ എല്ലാ ഭാഗവും ബ്രെഡിൻ്റെ പൊടിയൊക്കെ നല്ലോണം നിറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം അതേപോലെ നമുക്കങ്ങ് ചെയ്തെടുക്കാമേ. അപ്പോൾ എല്ലാം അതേപോലെ അങ്ങ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലോ, എല്ലാ സൈഡും നല്ലോണം ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും മതി. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മുങ്ങി നിൽക്കാൻ കണക്കിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്ത് ഉടനെ നമ്മൾ അതൊന്ന് ഇളക്കാനായിട്ട് പാടില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് വിട്ടതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാമേ.
തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുത്താൽ മതി. നമ്മൾ ഒരുപാട് പ്രസ് ചെയ്ത് മറിക്കാൻ നിൽക്കരുത്, അതങ്ങ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നല്ലോണം രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റാം. ഉരുളക്കിഴങ്ങൊക്കെ ഓൾറെഡി വെന്തത് കൊണ്ട് തന്നെ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പുറമേയൊക്കെ നല്ല ഒന്ന് മുരിഞ്ഞ് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും എല്ലാ സൈഡും ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു കട്ട്ലൈറ്റിൻ്റെ ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. ഗരം മസാലയൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവറും ഉണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ എല്ലാ സൈഡും ഒന്ന് മൊരിഞ്ഞു വന്ന സമയത്ത് ഞാൻ എന്തായാലും മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതും നമുക്ക് അതേപോലെ അങ്ങ് തയ്യാറാക്കി എടുക്കാമേ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. ഇത് ചൂടോടുകൂടി തന്നെ വൈകുന്നേരം ഒരു കട്ടൻ ചായയോ ഒരു ചായയോടൊപ്പം ചൂടോടുകൂടി തന്നെ നമുക്കിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കാം. എല്ലാവർക്കും ഒരുപോലെ തന്നെ അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഉരുളക്കിഴങ്ങായതുകൊണ്ട് തന്നെ അകമൊക്കെ നല്ല സോഫ്റ്റാണ്, പുറം നല്ല ക്രിസ്പിയാണ് കേട്ടോ. നല്ല കണ്ടല്ലോ. അപ്പോൾ അതാ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുറമൊക്കെ നല്ല ക്രിസ്പിയാണ്, എന്നാൽ അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസ്റ്റായിട്ടും വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുതേ. മുൻപോട്ടും ഇതേപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ താങ്ക്